നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഹോട്ടലിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി. നടൻ വിനായകൻ കൊല്ലത്ത് കസ്റ്റഡിയിൽ. ബാർ ജീവനക്കാരെ ആക്രമിച്ചതായും പരാതി. പോലീസുകാർക്ക് നേരെയും വിനായകന്റെ ആക്രോശം. തന്നെയാണ് മർദ്ദിച്ചതെന്ന് വിനായകൻ. നവീകരണം. പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റിലെ കടകൾ പൊളിച്ചു നീക്കി. വ്യാപാരികൾക്ക് താൽക്കാലിക സംവിധാനം ഒരുക്കി. കടകൾ ഒഴിയാനായി നഗരസഭ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ആസിഡാക്രമണത്തിൽ 19-കാരന് പരിക്കേറ്റു. സംഭവത്തിൽ അയൽവാസി അറസ്റ്റിൽ. ഐലറ സ്വദേശി ഷാനവാസാണ് അറസ്റ്റിലായത്. വഖഫ് ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാരിന്റെ തട്ടിപ്പാണെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള കുടിലതന്ത്രമാണ് നിയമത്തിന് പിന്നിലെന്നും എം.പി. വഖഫ് ബില്ലിനെതിരെ കിഴക്കൻ മേഖല മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ റാലിയും സമ്മേളനവും. വിശദമായ വാർത്തകളിലേക്ക്. ഹോട്ടലിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനും ബാർ ജീവനക്കാരെ ആക്രമിച്ചതിനും നടൻ വിനായകൻ കസ്റ്റഡിയിൽ. അഞ്ചാലുമൂട് പോലീസാണ് വിനായകനെ കസ്റ്റഡിയിലെടുത്തത്. പോലീസുകാർക്ക് നേരെയും വിനായകൻ ആക്രോശിച്ചു. കൊല്ലത്തെ റാവിസ് ഹോട്ടലിലാണ് നടൻ വിനായകൻ മദ്യപിച്ച് പരാക്രമം നടത്തിയത്. ചടയമംഗലത്ത് നടന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗിൽ പങ്കെടുത്ത ശേഷം തിരികെ ഹോട്ടലിലെത്തിയതായിരുന്നു വിനായകൻ. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാനിരുന്ന ഇടവേളയിലാണ് കൊല്ലത്തെ ഹോട്ടലിൽ വിനായകൻ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയത്. ഇത് ചോദ്യം ചെയ്ത ഹോട്ടൽ ജീവനക്കാരെ വിനായകൻ മർദ്ദിച്ചതായും പറയുന്നു. ഹോട്ടലുകാരുടെ പരാതിയിലാണ് വിനായകനെ അഞ്ചാലുമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ തന്നെ ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചുവെന്നും ഇത് സംബന്ധിച്ച് പരാതി നൽകാനിരിക്കെയാണ് പോലീസ് തന്നെ പിടിച്ചുകൊണ്ട് വന്നതെന്നും വിനായകൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്റെ മേക്കപ്പ്മാനെ പിടിച്ചിട്ട് അവസ്ഥയാണ്. എന്റെ പാവം മേക്കപ്പ്മാനാണ്. എന്റെ പാവം മേക്കപ്പ്മാനാണ്. ഞാനിവിടെ കംപ്ലൈന്റ് ചെയ്യാൻ വന്നവനാണ്. കംപ്ലൈന്റ് എന്നെ ഇടിച്ചവൻ ആ ഹോട്ടലിൽ കിടക്കണാണ്. അവരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാതെ ഞാനിവിടെ ഇറങ്ങൂല. എന്നെ ഇടിച്ച് നിലത്തിട്ടവനുണ്ട് റാവീസില്. അവനിവിടെ വരാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല. ഇതിനിടെ വിനായകന്റെ സഹായികൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ തട്ടിക്കയറിയത് വാക്കേറ്റത്തിന് കാരണമായി. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് പോലീസ് സ്റ്റേഷനിൽ സംഭവം നടന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് ആധുനിക സൗകര്യങ്ങളോടെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ മന്ദിരത്തിന് പദ്ധതി തയ്യാറാക്കിയത്. 1,10,48,627 രൂപയാണ് അടങ്കൽ തുക. പഴയ സാംസ്കാരിക നിലയം നിലനിന്നിരുന്ന സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, അംഗങ്ങൾ എന്നിവർക്കുള്ള ഓഫീസുകൾ, ലൈബ്രറി, റീഡിംഗ് റൂം, മീറ്റിംഗ് ഹാൾ, പൊതുജനങ്ങൾക്കുള്ള വിശ്രമയിടങ്ങൾ എന്നിവയാണുള്ളത്. 1,10,48,627 രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. നാടിന്റെ പൊതുവികസനം എന്ന പോലെ പ്രധാനമാണ് സർക്കാർ സംവിധാനങ്ങളുടെ ആധുനീകരണമെന്നും തടസ്സരഹിത സേവനം എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനാണ് മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞു. അല്ലെങ്കിൽ വർഷങ്ങളായി
ഒരു പുതിയ ഓഫീസ് കെട്ടിടം അത് പണിപൂർത്തിയെടുക്കുക എന്നുള്ള വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നപ്പോൾ ഇത്തവണ കോടിക്കണക്കിന് തുക മാറ്റിവെച്ചുകൊണ്ട് അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയ്ക്കുള്ള പണി ഇന്ന് ഇവിടെ തറക്കല്ലിടുകയാണ്. നമുക്കറിയാം അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരുന്നത്. തീർച്ചയായിട്ടും MLAയുടെ ഫണ്ടെന്ന നിലയ്ക്കൊരു ഷെയർ ഞങ്ങൾ കൊടുക്കാമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്താണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. കെട്ടിടത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും MLA ഫണ്ടിൽ നിന്നും നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ പണം നൽകുമെന്നും മണ്ഡലത്തിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ അവധിയില്ലാതെ തുടരുകയാണെന്നും ജെ ചിഞ്ചുറാണി പറഞ്ഞു. മിനി സിവിൽ സ്റ്റേഷൻ, രജിസ്ട്രേഷൻ ഓഫീസ്, റെസ്റ്റ് ഹൌസ് എന്നിവയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരി വി നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. BJPയുടെ വികസിത ആലപ്പുഴ യാത്രയ്ക്ക് തുടക്കമായി. സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയാണ് യാത്ര നയിക്കുന്നത്. BJP ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി നയിക്കുന്ന വികസിത ആലപ്പുഴ യാത്രയാണ് കായംകുളത്തു നിന്നും ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി കായംകുളം SNDP ഹാളിൽ നടത്തിയ യോഗം സന്ദീപ് വചസ്പതി ഉദ്ഘാടനം ചെയ്തു. जय जय बीजेपी, जय जय बीजेपी, जय भारत माता, जय जय भारत माता, जय बीजेपी, जय जय बीजेपी, जय जय भारत माता, जय जय भारत माता. ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ് ആമുഖ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് KK അനൂപ് പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തി. സൗത്ത് ഏരിയ പ്രസിഡന്റ് സുരേഷ് ആലക്കൽ അധ്യക്ഷത വഹിച്ചു. R വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. സൗത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി മധുസൂദനൻ, അഖിൽ ബാല, സുനിത രാജു, കൊച്ചുമുറി രമേശ്, KS വിനോദ, രാജശ്രീ കമ്മത്ത്, പാലമുറ്റത്ത് വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു 3 മെമ്പർമാരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 7 മെമ്പർമാരുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ വോട്ട് ശതമാനം നമുക്ക് ഈ 3 മെമ്പർ ഉള്ള സമയത്ത് നമുക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് ആ പെർസെൻറ്റേജ് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു. അതിനുശേഷമായ നമ്മുടെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നു. നമ്മുടെ ബഹുമാനിയായ ശോഭ ചേച്ചിയായിരുന്നു. ശോഭ ചേച്ചിയുടെ ഇലക്ഷന് വളരെ നല്ല ഒരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ച് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി കുണ്ടറയിൽ സൈറൻ അലർട്ട് നടത്തി. കുണ്ടറ വെള്ളിമൺ ഗവൺമെന്റ് UPSലാണ് സൈറൻ മുഴങ്ങിയത്. 30 സെക്കൻഡ് നേരം മാത്രമാണ് ക്ലോസിംഗ് സൈറൻ നീണ്ടുനിന്നത്. സൈറൺ മുഴങ്ങിയത് കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളോട് പരിഭ്രാന്തരാകേണ്ടെന്നും മോക്ക് ഡ്രില്ലാണെന്നും സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് അറിയിച്ചു. ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നും സൈറൺ മുഴങ്ങിയാൽ അടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് കയറി സുരക്ഷിതമായിരിക്കണമെന്നും കുണ്ടറ ഫയർഫോഴ്സ് ഓഫീസർ സക്രിയ അഹമ്മദ് കുട്ടി വിശദീകരിച്ചു. ഒരു ഇൻസിഡൻ്റ് ഉണ്ടായാൽ മറ്റുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വാഹനവും നമ്മുടെ ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായ രീതിയിൽ സുരക്ഷിതത്വം എല്ലാവർക്കും ഉറപ്പാക്കുന്നു. ലൈഫ് സേഫ്റ്റിയാണ് ആദ്യത്തെ പ്രധാന ദൗത്യം. അതാണ് നമ്മുടെ പ്രധാന സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെ മൊത്തം നമ്മൾ ഇത്തരം കേരളത്തിലുടനീളം സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അതുപോലെ നമ്മളും ഈ മോക്ക് സൈറൻ്റെ ഭാഗമായിട്ട് വെള്ളിമൺ ഗവൺമെൻറ് UPS ആണ് കുണ്ടറയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന സ്ഥലം. അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം കൂടെ ഉണ്ട്. ഒരു അവയർനെസ് ആയിട്ട് ലൈറ്റ് ഓഫിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. KSEB 220 സബ്സ്റ്റേഷനാണ്. അവിടെ നമ്മൾ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെ നമ്മുടെ ക്രൂവിനെയും സെറ്റ് ചെയ്തു.
സൈറൺ മുഴങ്ങി മിനിറ്റുകൾക്കുള്ളിൽ കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാസേന യൂണിറ്റും എത്തി. 4 മണിക്കു തന്നെ കുണ്ടറ 220 kV സബ്സ്റ്റേഷനിൽ വൈദ്യുതി വിച്ഛേദിച്ചു. കുണ്ടറ പോലീസ് സബ്സ്റ്റേഷന് മുന്നിലൂടെയുള്ള വാഹനങ്ങൾ നിയന്ത്രിച്ചു. പെരുന്നാട് വില്ലേജ് ഓഫീസർ മനോജ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോസ്, ഗ്രേഡ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ബിനികുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ കരുണാകരൻ, അനൂപ് വിശാഖ, വിഷ്ണുരാജ്, ഹോംഗാർഡുമാരായ സുരേഷ്, ബാലകൃഷ്ണപിള്ള, ഡ്രൈവർ ഗിരീഷ് കുമാർ, 28 സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കുണ്ടറയിൽ മോക്ഡ്രില്ലിന്റെ ഭാഗമായി നടത്തിയ സൈറൺ അലർട്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നവീകരണത്തിന്റെ ഭാഗമായി പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റിലെ കടകൾ പൊളിച്ചു നീക്കി. ഇവിടെ കച്ചവടം നടത്തിയിരുന്നവർക്ക് താൽക്കാലിക സംവിധാനം ഒരുക്കി നൽകി. ഓരോരുത്തർക്കും സ്ഥലം നിശ്ചയിച്ചു നൽകി. കടകൾ ഒഴിയാനായി നഗരസഭ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി കടമുറികളും താൽക്കാലിക സംവിധാനങ്ങളും ഒഴിഞ്ഞുകൊടുക്കണമെന്ന് നഗരസഭ കച്ചവടക്കാർക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെയും ഹൈക്കോടതി വിധിയുടെയും അടിസ്ഥാനത്തിലാണ് ഒഴിയുന്നവർക്ക് ആവശ്യമായ സൗകര്യമൊരുക്കാൻ നഗരസഭ തയ്യാറായത്. നവീകരണോദ്ഘാടനം 15-ന് മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കിഫ്ബി സഹായത്തോടെയാണ് 6.65 കോടി രൂപ ചെലവിൽ നവീകരണം നടത്തുന്നത്. ആദ്യഘട്ടമായി 26,000 ചതുരശ്ര അടിയിൽ 67 അടച്ചുറപ്പുള്ള കടമുറികളും 28 തുറന്ന മത്സ്യ സ്റ്റാളുകളും നിർമ്മിക്കും. ഇതോടൊപ്പം മാലിന്യ സംസ്കരണ പ്ലാന്റ്, ഐസ് പ്ലാന്റ്, ശീതീകരണ മുറി, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ശുചിമുറി ബ്ലോക്ക് എന്നീ സംവിധാനങ്ങളും ഒരുക്കും. താഴത്തെ നിലയിൽ 22,000 ചതുരശ്ര അടിയിലായി 57 മുറികളും 1-ാം നിലയിൽ 4,000 ചതുരശ്ര അടിയിൽ 10 മുറികളുമാണ് നിർമ്മിക്കുക. 2025 ഡിസംബർ 31-ന് നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. താലോലം പദ്ധതിക്ക് അഞ്ചൽ ബ്ലോക്ക് പരിധിയിൽ തുടക്കമായി. അംഗൻവാടികളിലേക്ക് ബേബി ബെഡ് വിതരണം ചെയ്യുന്നതാണ് താലോലം പദ്ധതി. അഞ്ചൽ ബ്ലോക്ക് പരിധിയിലെ അംഗൻവാടികളിലേക്കാണ് ബേബി ബെഡ് വിതരണം ചെയ്തത്. PS സുബാൽ MLA-യുടെ പ്രത്യേക ഫണ്ട് വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. PS സുബാൽ MLA-യുടെ സ്പെഷ്യൽ ഫണ്ട് വിനിയോഗിച്ചാണ് അംഗനവാടികളിലേക്ക് ബേബി ബെഡ് വിതരണം ചെയ്യുന്ന താലോലം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആര്യങ്കാവ്, തെന്മല, കരവാളൂർ, അഞ്ചൽ, ഇടമുളയ്ക്കൽ, ഏരൂർ, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ അംഗനവാടികളിലേക്കുമാണ് ബേബി ബെഡുകൾ വാങ്ങി നൽകിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ PS സുബാൽ MLA നിർവഹിച്ചു. മണ്ഡലത്തിൽ സ്വന്തമായി ഭൂമിയും കെട്ടിടവുമില്ലാത്ത മുഴുവൻ അംഗനവാടികൾക്കും ഘട്ടം ഘട്ടമായി ഭൂമി കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കുമെന്ന് MLA പറഞ്ഞു. ഭൂരിഭാഗം അംഗൻവാടികൾക്കും ഇപ്പോൾ സ്വന്തമായി സ്ഥലവും കെട്ടിടവും, എന്നാൽ സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാത്ത നിരവധിയായിട്ടുള്ള അംഗൻവാടികളും നമ്മുടെ ബ്ലോക്കിൽ അടക്കമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യം. അപ്പോൾ ഘട്ടഘട്ടമായി നമുക്കത് പരിഹരിക്കാൻ കഴിയണം. അതിന് പഞ്ചായത്തുകൾ ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ വയ്ക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് സമിതി കഴിയുമെങ്കിൽ അത് ആലോചിക്കണം. അതുപോലെ തന്നെ ഇത്തവണത്തെ ബഡ്ജറ്റിൽ അതൊരു തുടക്കം എന്നുള്ള തരത്തിൽ ഒരു 4 അംഗൻവാടികൾക്ക് നമ്മുടെ പുനലൂർ മണ്ഡലത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ നീക്കിവെക്കും. അപ്പോൾ ആ 4 അംഗൻവാടികളെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ അംഗൻവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്താനായിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ജോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ G അജിത്ത്, ആര്യലാൽ, A നൌഷാദ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, അംഗനവാടി പ്രവർത്തകർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇരുട്ടിൽ. രാത്രികാലത്ത് യാത്രക്കാർ ഇതുമൂലം ഏറെ പ്രയാസപ്പെടുകയാണ്. ദേശീയപാതയിൽ ചൗക്ക ഭാഗത്തു നിന്നും 250 മീറ്റർ അകലെയുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡാണ് ഇരുട്ടിലായത്. പാലരുവി എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകളിലെത്തുന്ന യാത്രക്കാർക്കാണ് തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതുമൂലം ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പുനലൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന കന്യാകുമാരി പുനലൂർ ട്രെയിനും നേരം പുലരും മുമ്പെത്തുന്ന ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിലും ഒട്ടേറെ യാത്രക്കാരാണ് എത്തുന്നത്. പുനലൂരിലേക്ക് പോകുന്ന വഴിയിലാണ് വെളിച്ചമില്ലാത്തത്. റോഡരികുകൾ കാടുപിടിച്ച് കിടക്കുകയുമാണ്. കഴിഞ്ഞ മാസം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ 13-കാരിക്ക് പാമ്പ് കടിയേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ഒരു മൂർഖൻ പാമ്പിനെ പിടികൂടുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെളിച്ചമൊരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 19-കാരന് ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ കേസിൽ അയൽവാസി അറസ്റ്റിൽ. അയലറ സ്വദേശി ഷാനവാസാണ് അറസ്റ്റിലായത്. ഏരൂർ ആയിരനല്ലൂർ സ്വദേശി അമലിനാണ് പരിക്കേറ്റത്. അഞ്ചൽ ഏരൂരിന് സമീപമായിരുന്നു സംഭവം. ആസിഡ് ആക്രമണത്തിൽ ഏരൂർ ആയിരനല്ലൂർ നടുവന്നൂർ അമൃത ഭവനിൽ അമലിനാണ് പരിക്കേറ്റത്.
ഐലറ സ്വദേശി ഷാനവാസിനെയാണ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത്. ദിവസങ്ങൾക്ക് മുമ്പ് അമലിന്റെ പിതാവും ഷാനവാസും തമ്മിൽ വാക്കേറ്റവും അടിപിടിയും നടന്നിരുന്നു. ഇതേ തുടർന്ന് അമലും പിതാവും ചേർന്ന് ഷാനവാസിനെതിരെ ഏരൂർ പോലീസിൽ പരാതി നൽകിയതിന്റെ വിരോധത്തിലാണ് അമലിന് നേരെ ഷാനവാസ് ആസിഡ് ആക്രമണം നടത്തിയത്. വീടിന് സമീപത്തുകൂടി നടന്നുപോയ അമലിനെ തടഞ്ഞു നിർത്തിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന റബ്ബർ ടാപ്പിംഗ് കത്തികൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. ശേഷം കുപ്പിയിൽ കരുതിയിരുന്ന ആസിഡ് അമലിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നുവെന്ന് ഏരൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ദേഹത്ത് പൊള്ളലേറ്റ നിലയിൽ അമലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ട്രെയിൻ ഇടിച്ചു പോത്തുകൾ ചത്തു. കൊല്ലം പുനലൂർ റെയിൽവേ പാതയിൽ ചന്ദനത്തോപ്പ് കിളിക്കൊല്ലൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് സംഭവം. ചന്ദനത്തോപ്പ് പത്തായക്കല്ല് സ്വദേശിയുടെ 2 പോത്തുകളാണ് ചത്തത്. കൊല്ലം പുനലൂർ റെയിൽവേ പാതയിൽ ചന്ദനത്തോപ്പ് കിളികൊല്ലൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലായിരുന്നു സംഭവം. ചന്ദനത്തോപ്പ് പത്തായക്കല്ല് സ്വദേശിയുടെ 2 പോത്തുകളാണ് ട്രെയിൻ ഇടിച്ചു ചത്തത്. മേയുന്നതിനിടെ പോത്തുകൾ റെയിൽവേ ട്രാക്കിൽ കയറുകയായിരുന്നു. തുടർന്നാണ് ട്രെയിൻ ഇടിച്ചത്. പോത്തുകൾ എങ്ങനെ ട്രാക്കിൽ എത്തിയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആരെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഓടിപ്പോയതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നീണ്ടകര പഞ്ചായത്തിലെ 2 അംഗനവാടികൾ സ്മാർട്ടായി. 3-ാം വാർഡിലെ 61-ാം നമ്പർ അംഗനവാടിയും 4-ാം വാർഡിലെ 54-ാം നമ്പർ അംഗനവാടിയുമാണ് സ്മാർട്ടായത്. നീണ്ടകര ഗ്രാമപഞ്ചായത്തിലെ 2 അംഗനവാടികളാണ് സ്മാർട്ട് അംഗനവാടികളായി മാറിയത്. ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ 61-ാം നമ്പർ അംഗനവാടിയും 4-ാം വാർഡിലെ 54-ാം നമ്പർ അംഗനവാടിയുമാണ് സ്മാർട്ടായത്. 3-ാം വാർഡിലെ 61-ാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ ഷിനു സ്വാഗതം പറഞ്ഞു. പ്രസന്ന ഉണ്ണിത്താൻ, നിഷ സുനീഷ്, പുഷ്പരാജൻ, സുഭകൻ, സ്വപ്നകുമാരി, വസന്ത, ഗ്രേസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ 54-ാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ പദ്ധതിയുടെ ഭാഗമായി ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള സ്വന്തമായി കെട്ടിടമുള്ള മുഴുവൻ അംഗനവാടികളും സ്മാർട്ടാക്കണമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ അംഗനവാടികൾക്ക് ഇപ്പോൾ നീണ്ടകര പഞ്ചായത്തിലാകെയുള്ള 17 അംഗനവാടികൾക്ക് 9 എണ്ണത്തിന് മാത്രമാണ് സ്വന്തമായി സ്ഥലമുള്ളത്. ഒരെണ്ണം അയ്യാരിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. ബാക്കിയുള്ള 7 എണ്ണം വാടകയ്ക്കാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ അംഗനവാടികളെക്കുറിച്ച് അംഗനവാടി കെട്ടിടങ്ങൾ സ്മാർട്ടാക്കുന്നതിൻ്റെ പദ്ധതി രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും അംഗനവാടികളെ കൂടുതൽ സജീവമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിവിഷനിലേക്കും ഒരു അംഗനവാടി തീരുമാനിക്കപ്പെടുമ്പോൾ ശ്രീ ജോയി ആന്റണി മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അദ്ദേഹത്തിൻ്റെ കാര്യമായ ഇടപെടലും ശക്തമായ നിലപാടുകളും ഈ അംഗനവാടികളെ സ്മാർട്ടാക്കുന്ന കാര്യത്തിൽ കൂടുതൽ കാരണമായിട്ടുണ്ട്. പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. ജോയി ആന്റണി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗം അനിൽകുമാർ, ICDS ഓഫീസർ സ്വപ്നകുമാരി, ആശാവർക്കർ ഗ്ലോയിസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വഖഫ് ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാരിന്റെ തട്ടിപ്പാണെന്ന് ET മുഹമ്മദ് ബഷീർ MP. വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള കുടിലതന്ത്രമാണ് നിയമത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് ബില്ലിനെതിരെ അഞ്ചലിൽ കിഴക്കൻ മേഖല മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മഹാറാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനെ തീരെഴുതാൻ വഖഫിന് മേലെ കൈവെക്കാൻ. വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള കുടിലതന്ത്രമാണ് വഖഫ് ഭേദഗതി നിയമത്തിന് പിന്നിലെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ഇന്ന് മുസ്ലിം വിഭാഗത്തിനെതിരെയാണെങ്കിൽ വരും നാളുകളിൽ കൂടുതൽ മതവിഭാഗങ്ങൾക്കെതിരെ ഇത്തരം നിയമങ്ങൾ വന്നേക്കാം. ജനാധിപത്യവും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അഞ്ചലിൽ കിഴക്കൻ മേഖല മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വഖഫ് ബില്ലിനെതിരെ സംഘടിപ്പിച്ച റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ET മുഹമ്മദ് ബഷീർ. ഞാൻ മറ്റൊരു നിയമങ്ങളുമായിട്ട് പങ്കെടുത്താണ് 2013. അന്നത്തെ മിനിസ്റ്റർ മൈനോറിറ്റി മിനിസ്റ്റർ റഹ്മാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം JPC ഉണ്ടായിരുന്നു. ആ JPC ഒരു ബില്ല് ഭേദഗതി കൊണ്ടുവന്നു 2013. നിങ്ങൾ വല്ലപ്പോഴും അവസരം കിട്ടും വായിക്കണം. ബെസ്റ്റാണ്.
അതിനൊരു പ്രത്യേകത കൂടി ഇവരിപ്പോൾ കൊണ്ടുവന്നതിൻ്റെ മോഡലുണ്ട്. ആ മോഡലും നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ സർക്കാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഒരു രേഖ പിന്നോക്കത്തെ സംസാരിച്ച് വകുപ്പിന് ഒരു പ്രത്യേക ചാപ്റ്റർ തന്നെ ഉണ്ട് അഞ്ഞാടിനെ പറ്റി എടുക്കുന്നതിനെ പറ്റിയൊക്കെ. അഞ്ചൽ ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഏരൂർ ഷംസുദ്ദീൻ മദനി, അൽ ഖാദിരി, ഷാഫി ചാലിയം, കെ അംബുജാക്ഷൻ, എസ് ജെ മോഹൻ, ലിജു ജമാൽ, ജ്യോതികുമാർ ചാമക്കാല, ഷെറിൻ അഞ്ചൽ, റജി തടിക്കാട്, അബ്ദുൽ വാഹിദ് നദ്വി, നിസാമുദ്ദീൻ ബാഖവി, അനസ് ബാബു കെ, ഫസലുദ്ദീൻ, കെ എസ് ഹാഷിം, എ ഇ ഷാഖുൽ ഹമീദ, ബി റഹീം, സലിം മൂലയിൽ, ഷാനവാസ്, ഇർഷാദ് അനസ്, ഷെരീഫ് കുട്ടി, അജ്മൽ സുലൈമാൻ, അഞ്ചൽ ഷാനവാസ് എന്നിവർ പങ്കെടുത്തു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കൈതാടിയിൽ നിന്നും റാലി ആരംഭിച്ചു. 40ഓളം മഹല്ല് കമ്മിറ്റികളിൽ നിന്ന് 100 കണക്കിന് ആളുകളാണ് റാലിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. പന്മന ഗ്രാമപഞ്ചായത്തിലാണ് കട്ടിലുകളുടെ വിതരണം നടന്നത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. പന്മന ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് നമ്മൾ ഈ കട്ടിൽ വിതരണം നടത്തുന്നത്. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ് നൽകുന്നത്. 2 വിഭാഗത്തിൽപ്പെട്ടവർ, ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കുമുണ്ട്, SC വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ട്. ഇന്നിവിടെ നടക്കുന്നത് SC വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ പഞ്ചായത്തിലെ 23 വാർഡുകളിൽ നിന്നും ഒരു വാർഡിൽ നിന്നും 3 പേർക്ക് വീതമാണ് നൽകുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും പന്മന ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുവാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് മലയിൽ സമ്മത് സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചുറ്റയിൽ റഷീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുകന്യ, AM നൌഫൽ, ഉഷ എസ്, അമ്പിളി, അനീസ നിസാർ, ഷംന റാഫി, ഹൻസിയ H, ഷീല ആർ, സൂറത്ത് സക്കീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം ആഞ്ഞിലിമൂട് രാജഗിരി സബ് സെന്ററിൽ നടത്തി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന്റെയും ശൂർനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ബോധവൽക്കരണ റാലിയോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം ആഞ്ഞിലിമൂട് രാജഗിരി സബ് സെന്ററിൽ നടത്തി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉദ്ഘാടനം ചെയ്തു. ജാഗ്രത പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം. എവിടെയെങ്കിലും അലക്ഷ്യമായി വലിച്ചെറിയുന്ന പാട്ട, ചിരട്ട, കുപ്പി, ടയർ, അതേപോലെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ്, അതിൻ്റെ ബാക്ക് വശത്ത് പുളറി ഒക്കെ കൊതുക് മുട്ടയിടാനുള്ള സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. നല്ല രീതി നമ്മളിന്ന് 5-6 വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്ത് അവർ ഓരോ ഘട്ടമായിട്ട് 50 വീട് വെച്ച് വീടുകൾ കയറി ഈ സോഴ്സ് റിഡക്ഷൻ നടത്തി ക്ലോറിനേഷനും ഇതിനോടൊപ്പം അടുത്ത ദിവസങ്ങളിൽ കിണറുകളിൽ ക്ലോറിനേഷൻ ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ്. 2 ദിവസങ്ങളിലായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാജേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മുഴുവൻ പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടത്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബശ്രീയിൽ നിന്നുള്ള ആരോഗ്യ വോളണ്ടിയർമാർ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പിൻ്റെ മേറ്റുമാർ, തൊഴിലുറപ്പ് സംവിധാനത്തിലെ അംഗങ്ങൾ, കുടുംബശ്രീയുടെ അംഗങ്ങൾ, ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഡിജിറ്റൽ സർവേ ജില്ലാതല യോഗവും സർവേ പുരസ്കാര വിതരണവും കൊല്ലം കടപ്പാക്കടയിൽ നടത്തി. റവന്യൂ അവാർഡ് ജേതാക്കളെയും അനുമോദിച്ചു. കൊല്ലം ജില്ലയിലെ മികച്ച ഹെഡ് സർവേയറായി തിരഞ്ഞെടുക്കപ്പെട്ട കരുനാഗപ്പള്ളി റീസർവേ സൂപ്രണ്ട് ഓഫീസിലെ ഹെഡ് സർവേയർ സജി മോഹൻ KS-നെയും അനുമോദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഹോട്ടലിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി. നടൻ വിനായകൻ കൊല്ലത്ത് കസ്റ്റഡിയിൽ. ബാർ ജീവനക്കാരെ ആക്രമിച്ചതായും പരാതി. പോലീസുകാർക്ക് നേരെയും വിനായകന്റെ ആക്രോശം. തന്നെയാണ് മർദ്ദിച്ചതെന്ന് വിനായകൻ. നവീകരണം. പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റിലെ കടകൾ പൊളിച്ചു നീക്കി. വ്യാപാരികൾക്ക് താൽക്കാലിക സംവിധാനം ഒരുക്കി. കടകൾ ഒഴിയാനായി നഗരസഭ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ആസിഡാക്രമണത്തിൽ 19-കാരന് പരിക്കേറ്റു. സംഭവത്തിൽ അയൽവാസി അറസ്റ്റിൽ. ഐലറ സ്വദേശി ഷാനവാസാണ് അറസ്റ്റിലായത്. വഖഫ് ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാരിന്റെ തട്ടിപ്പാണെന്ന് ET മുഹമ്മദ് ബഷീർ MP.
വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള കുടിലതന്ത്രമാണ് നിയമത്തിന് പിന്നിലെന്നും MP. വഖഫ് ബില്ലിനെതിരെ കിഴക്കൻ മേഖല മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ റാലിയും സമ്മേളനവും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.